ഹായ് ഗായ്സ്, നമ്മളിന്ന് സ്വിഗ്ഗിയോടെ ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പം മഴയത്താണ് നമ്മുടെ റൈഡ് ഇന്നിട്ട്. അപ്പം ഗായ്സ് നമ്മൾ കോടിമല ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്കിവിടെ നമ്മുടെ ഫ്ലാറ്റ് കാണാം. അതിൻ്റെ അപ്പുറം ഗോകുലത്തിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ വേമ്പനാട് ബാറുണ്ട്. നമ്മുടെ നാലുവരിപ്പാത കേട്ടോ. കോട്ടയത്തിന് പറയാൻ വേണ്ടി ഈ ഒരു നാലുവരിപ്പാത മാത്രമേ ഉള്ളൂ. കുറച്ചേ ഉള്ളെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഈ നാലുവരിപ്പാത ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം നമുക്കൊരു ഓർഡർ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകണം ഓർഡർ ആയിട്ട്. ഐശ്വര്യയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഐശ്വര്യയിൽ പോയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് അത്ര വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ. മഴയായതുകൊണ്ട് നമുക്ക് അത്ര ഒരു ക്ലാരിറ്റി ഒന്നും കാണത്തില്ല. എന്നാലും ഫോൺ കവറിനകത്തായതുകൊണ്ട് എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. അപ്പം ഞാൻ കടയിലോട്ട് പോകണം കേട്ടോ. നിങ്ങളും ഒരു നമ്മുടെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ബാഗ് സേഫായിട്ട് വെക്കുവാണ്. അയ്യോ, അങ്ങനെ സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ നമുക്ക് ഓർഡർ വളരെ മോശമായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എമൗണ്ടും ഇല്ല, ഓർഡറും കുറവ്. എൻ്റെ കൂടെയുള്ള എല്ലാവരും വീട്ടിൽ പോയി, ഞാൻ മാത്രം എപ്പോഴും ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നു. പിന്നെ ഞാൻ തീരുമാനിച്ച് ഞാനും ഒന്ന് പോയേക്കാം. അങ്ങനെ കൂട്ടുകാർ ചൂണ്ടയിടാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. അങ്ങനെ ഞാനും ചൂണ്ടയിടാനുള്ള പ്ലാനിലേക്ക് നേരെ തിരിഞ്ഞു. അപ്പോൾ ശരി, അങ്ങോട്ട് ഞാൻ പോവാണേ. നമ്മളപ്പോൾ ഇന്ന് ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയ കാണണം. രാവിലെ ഓർഡറിന് സ്വിഗ്ഗിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓർഡറും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. കട്ട ശോകമായി. അതുകൊണ്ട് പിന്നെ ഞാൻ കൂട്ടുകാരോടെ നൈസായിട്ട് അങ്ങ് ഇറങ്ങിയത്. ഞാൻ പോകുന്ന വഴിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്, സെറ്റായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് കൊണ്ടിരിക്കുക. എൻ്റെ ഫ്രണ്ട് അവർ നടന്നു പോയി. അവർ ചൂണ്ട കാസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് കാസ്റ്റിംഗ് വന്നത് അറിയത്തില്ല. ഞാനിപ്പോൾ പഠിക്കും എന്തായാലും. അവരൊന്ന് ഫ്രീ ആകുമ്പോൾ ഞാനും പഠിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. ഇവിടുത്തെ വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടും. അത് ഈ ഒരു ടൈമിലും കൂടി. ഞാനിങ്ങനെ പുറകെ പോയിക്കൊണ്ടിരിക്കണം. അവരങ്ങ് പോയി കേട്ടോ. കാണിക്കാം ഉണ്ടോ, അവരങ്ങ് ചെന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പുറകെ കിടക്കണം. അവരെന്നെ കിടന്ന് വിളിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസ് ഗൈസ്, ഇവിടുത്തെ ലൈറ്റ് ഹൗസ് കേട്ടോ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൊന്ന് വന്നതാണ്. കുറേ വർഷം മുമ്പ് ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചന്മാരൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് പണ്ട് ഓട്ടോയൊക്കെ ഉണ്ടായിരുന്നു ആ ലൈറ്റ് ഹൗസിൻ്റെ കൂടെ. പിന്നെ ഇപ്പോഴാണ് എത്തുന്നത്. ഇവിടെ അടുത്തെത്തിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേട്ടോ. നമ്മൾ എൻ്റെ താഴെ കൂടെ നടന്നു പോകുന്നത്. ദൈവം എൻ്റെ കൂടെ വന്നവന്മാരയിലേ പോയി. അല്ല, എൻ്റെ ഫ്രണ്ടേ പോകുന്നതായിട്ട് കാണുന്നില്ല. ഇതിലേ പോയോ നോക്കാം. എനിക്ക് നടക്കുന്നതിന് വലിയ മടിയൊന്നുമില്ല. നോ പ്രോബ്ലം. ഇവിടെ തന്നെയാണ്. ഇവിടെ ഇതിന് അങ്ങ് കിടക്കുമല്ലേ, പാക്കിംഗ് നടത്തും. ഞങ്ങളിപ്പോൾ കുറേ നടന്നു കേട്ടോ. കുറേ നടന്ന് മടുത്തു. ഞാൻ ചെറുതായിട്ട്, അവർക്ക് കുഴപ്പമില്ല, കാരണം അവൻ ഓടുന്നു. പിന്നെ ഇവിടെ നിന്ന് വ്യൂസ് കണ്ടിങ്ങനെ പോകുന്നതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. ഞാനും പെട്ടെന്ന് നടക്കട്ടെ. ഹാർമോണിയമാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്ന് ഏതോ ഒരു സഹാറ മരുഭൂമിയിലേക്ക് എത്തുന്ന പോലത്തെ പോക്കാണ് ഗൈസ്. ഞങ്ങൾ പൊക്കോണ്ടിരിക്കണം.
ഏതോ കാട്ടുവഴി കൂടെ ഒക്കെ പോകുന്നുണ്ട്. എവിടെ ചെല്ലുമെന്നൊരു പിടുത്തമില്ല. തിരിച്ച് ഇനി ഒരു അരമണിക്കൂറിൽ മേളിലുള്ള നടപ്പുണ്ട്. നല്ല അടിപൊളി റോഡൊക്കെയാണ്. ഫൈനലി ഞങ്ങളങ്ങനെ നടന്ന് കുറേ ദൂരം ഇങ്ങനെ നടന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. നമുക്ക് അടിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉറം കിട്ടുമായിരുന്നു. ഇന്ന് വീട്ടിൽ വരാല് കറി ആയിരുന്നതിന് എന്നാ ചെയ്യാനാ, ഇന്ന് നമുക്ക് ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. രണ്ടുപേരും അത് മരണ കാസ്റ്റിംഗ് ആണ്. ഇതുണ്ടോ സെറ്റ് വീഡിയോ എടുത്തത് ഞാനാണ് ഇടും, ചുമ്മാ ഇടും. ക്യാമറ ആയിട്ട് വരും അടിപൊളിയായിരുന്നു. ഫോണിൽ എത്ര സെറ്റപ്പ് ആകത്തില്ല. കടൽ തുടങ്ങും ശരിക്കും സത്യം പരമാർത്ഥം. ശരത്തേട്ടൻ്റെ മണ്ടത്തരങ്ങൾ. ഇവിടെ കുറേ വീടൊക്കെ ഉണ്ട് കാര്യം. ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാവേ. ആൾത്താമസമില്ല, അനക്കമില്ല, ഒന്നുമില്ലാതെ. പക്ഷെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. പൊളി വീടായിരിക്കാൻ കുറേ വീടുകൾ കണ്ടിപ്പം. രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. ക്യാമറ കയ്യിലുണ്ടായിരുന്ന പൊളിയായിരുന്നു, അടിപൊളിയായിട്ട് കിട്ടിയേനെ. ശരത്തേട്ടൻ ഇൻ്റർനാഷണൽ ലെവൽസ് കാസ്റ്റിംഗ്. മീനടിച്ച് അവിടെ ഇറങ്ങിട്ട് ബാക്കി മുഴുവൻ ഈ പുല്ല് മുഴുവൻ മരിച്ചുകൊണ്ട് വന്നു. ആ ഒരു സ്പേസ് ഫോക്കസ് ചെയ്തെറിയുന്നു. നോ രക്ഷ. നോക്കിയാലോ. ഏതോ ഇന്റർനാഷണൽ. നീ ചെറിയുന്നു. പോരാ ഗൈസ്, നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നല്ല മഴക്കാറിന് അടിച്ചിട്ടാണ്. ഇവിടെ എന്തുകൊണ്ടും ഡേഞ്ചറായിട്ടുള്ള എന്തോ ഭാഗമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പറ്റി? ചാടണോ? ഓ, അത് വലിയ കുഴപ്പമില്ല. ഏതോ ഏരിയയിലൊക്കെ ഞാൻ റെയിൻകോട്ട് പോലും എടുത്തില്ല ഗൈസ്.
പണി പാളും തോന്നുന്നു. ഈ കൊട്ടയൊക്കെ തല വെച്ചുകൊണ്ട് പോകേണ്ടി വരുമോ? എടാ ഞാൻ നനയേണ്ടി വരുമോ അല്ലടാ വിൽക്കാറ്? കുറേ ഉണ്ടോ? എനിക്ക് ഓടാൻ പോണം. ആരത് ഉണ്ടി പേടിപ്പിക്കാതെ. ഇപ്പറയും വെള്ളം ഇപ്പറയും വെള്ളം, നടുക്കൂടെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുമോ എന്തോ. ഫോണൊക്കെ സേഫാ, പേടിക്കണ്ട. പോക്കറ്റ് കീറിയാൽ പിടിച്ചാൽ മതി. അയ്യോ വീഡിയോ എടുക്കണം. ആ ഭയങ്കര സീനാണ്. ഗായ്സ് മഴ പെയ്തു. ഞാൻ പരിക്കും അടിയ പാടമല്ലോ. എൻ്റെ പൊന്നു കറുത്ത കുട, പക്ഷേ കുടയില്ല, റെയിൻകോട്ടും ഇല്ല. അടിപൊളിതേ മഴ പെയ്ത് ഇവിടം വരെ മഴ പെയ്ത് വന്നു. നല്ല കാറ്റും അടിക്കുന്നുണ്ട്. കാറ്റ്, കൊടുങ്കാറ്റിൽ എവിടെയോ തേങ്ങാക്കുലകളാടും. ഫോൺ പോയി. പൊളി ഐഫോൺ ആണ്, അടിപൊളിയാണ്. ഇവിടെ ഫോണാണ് കിട്ടില്ലാണ്ട് കിട്ടിയാൽ. അങ്ങനെ മഴ മാറിയതിന് ശേഷം വീണ്ടും അവർ ചൂണ്ടയിടാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നാ പറയാനാ, നമുക്കിന്ന് എന്തോ ഒരു ഭാഗ്യമില്ലെന്നാണ് തോന്നുന്നത്. ഗൈസ് ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഫുള്ള് മഴയും ഇരുട്ടുകയും ചെയ്തു, ഒന്നും കിട്ടിയില്ല കേട്ടോ. ഇന്നത്തെ അറ്റംപ്റ്റ് വെറുതെ ആയിപ്പോയി. രണ്ടുപേര് ചുമ്മാ പോകുന്നുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ ഗൈസ്. ഡേഞ്ചർ. ചാട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ, ഞങ്ങളുടെ കഷ്ടപ്പാട് കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി മുക്കറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളം എടുക്കൊക്കെയാണ്. ചാടിക്കോ. എൻ്റെ വീടാണ്.